ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് ആണ് കേട്ടോ. ബിഗ് ബോസിലേക്ക് എൻട്രി ലഭിച്ച നമ്മുടെ രേണു സുധി, രേഷ്മ തങ്കച്ചൻ, സുധിച്ചേട്ടന്റെ സ്വന്തം രേണു, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രധാന കണ്ടന്റ്. അതില് ബിഗ് ബോസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും രേണു സുധി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. രേണു സുധിയെ കാണാൻ വേണ്ടി മാത്രം, രേണു സുധിയുടെ എൻട്രി എങ്ങനെ ആയിരിക്കുമെന്ന്, രേണു സുധിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇതുവരെയുള്ള സീസണിലൊന്നും ഞാൻ ഈ തുടക്കമൊന്നും കണ്ടിട്ടില്ല. ഇത് ആരൊക്കെ വരുന്നു എന്നൊക്കെ, ഇങ്ങനെ ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണും, അത് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും ഡെയിലി ഒന്നും കാണുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയൊക്കെ കാണുന്നത്, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരൊക്കെ എല്ലാ മത്സരാർത്ഥികളെയും കൃത്യമായിട്ട് അറിയാം. അതുപോലെ എൻ്റെ മോൾക്കും ഇതുവരെയുള്ള സീസണിലുള്ള മത്സരാർത്ഥികളെയൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ ബിഗ് ബോസിന് അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ ബിഗ് ബോസ് കാണും കേട്ടോ. കാര്യം ഇന്നലെ മുതൽ കണ്ടു തുടങ്ങി, കാണും എന്നല്ല, ഇന്നലെ ഞാൻ ഫുള്ള് കണ്ടു. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമോ രേണു സുധി എവിടെ. ഷാരിക വന്നപ്പോഴും വിചാരിച്ചു ദൈവമേ രേണു സുധി എവിടെ, രേണു സുധി. അവസാന കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മുടെ രേണു സുധി എത്തിയത്. പക്ഷേ എത്തിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയോ അതിന് വിമർശിക്കുന്നുണ്ട്. ഞാൻ കാര്യം പറയല്ല, രേണു സുധി നെഗറ്റീവ് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രേണു സുധിയെ വിമർശിച്ചത്. അല്ലാതെ എനിക്ക് രേണു സുധിയോട് ഇപ്പം ഞാൻ പറഞ്ഞു, പേഴ്സണലി എനിക്ക് ഒരു ദേഷ്യമില്ല, എന്നെ അവരൊന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രേണുവിന് ഞാൻ എതിരല്ല ഒരിക്കലും. പക്ഷെ രേണു കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ബിഗ് ബോസിലേക്കുള്ള രേണുവിന്റെ എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സാരിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ഡാൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് കയറിയപ്പോൾ എന്റെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. സുധിച്ചേട്ടൻ ബിഗ് ബോസിനകത്തുണ്ടോ രേണു? അതൊരു ചോദ്യമല്ലേ. യമലോകത്താണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം യമലോകത്താണ്, പരലോകത്താണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് സുധിച്ചേട്ടൻ എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം കേട്ടോ. ഞങ്ങൾക്ക് നമ്മളെ ഹിന്ദുക്കൾ നമ്മൾ വിശ്വസിക്കുന്ന പരലോകത്ത് പോയി അവിടെയാണ് സ്വർഗം നരകം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് സുധിച്ചേട്ടൻ എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെ അവളടുത്ത് ഓടി ഒന്ന് കയറിയിട്ട് സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ രേണു ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിച്ചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്, രേണു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം, ബിഗ് ബോസിലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയോ എന്തെങ്കിലും ഒരു ഫെയിം ആയിരിക്കണം നമ്മൾ. അങ്ങനെ എന്ത് ഫെയിം ആയിരുന്നു രേണു ബിഗ് ബോസിൽ എത്തണമെന്ന് സുധിച്ചേട്ട് ആഗ്രഹിക്കാൻ കാരണം? എനിക്ക് നാളെ ബിഗ് ബോസ് കയറണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു, അതായിരിക്കും ചിലപ്പം. എന്തായാലും ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ആ ഒരു ഡ്രാമ മാത്രം അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എൻട്രി നല്ലോണം കളിച്ച് പ്രൈസ് വാങ്ങിക്കണം രേണു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ രേണുവിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതി വരണം. കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാർ കൊണ്ടുപോയ കപ്പ് ഈ പ്രാവശ്യം രേണു വാങ്ങിക്കണം. ഇത് മനസ്സിൽ തട്ടി പറയുന്നത് കേട്ടോ. ഈ നെഗറ്റീവ് ഇമേജ് എല്ലാം മാറ്റി നല്ല രീതിയിൽ സെറ്റായിട്ട് മുന്നോട്ട് പോകണം. അതെൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. പിന്നെ രേണു സുധിയെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രേണു ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രേണുവിന് എത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ടോ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ആ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക പോലും ചെയ്യാതെ വന്ന് നമ്മളെ തെറി വിളിക്കും. ഞാൻ ഹരി പത്തനാപുരം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല ഹരി സാറ് പറഞ്ഞു കിച്ചു മദ്യപാനിയാണെന്ന്. ഞാൻ എങ്ങും ഒരു വാക്കിന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് വീടിന്റെ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ കിച്ചു മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മകനെ നീ അത് ചെയ്യരുത്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ അറിയാം. വീഡിയോ കണ്ടിട്ട് വേണം ചീത്ത വിളിക്കാനായിട്ട്. എന്തെല്ലാം അനാവശ്യമായിട്ടുള്ള വേർഡ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ രേണുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഓക്കെ. നിങ്ങൾ ആ സ്ട്രെങ്ത് നിങ്ങൾ ബിഗ് ബോസിൽ കാണിക്കൂ. നിങ്ങൾ PR ഒക്കെ ചെയ്ത് നിങ്ങൾ നല്ല വോട്ടൊക്കെ വാങ്ങിക്കൊടുത്ത് രേണുവിൻ്റെ ഫാമിലി രക്ഷപ്പെടുത്തു, ഓക്കെ. പിന്നെ ഈ രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തി കഴിഞ്ഞു, എൻട്രി കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരുവിധപ്പെട്ട ആളുകൾ നിനക്കൊക്കെ എന്തോത്തിന്റെ ക്രിമിയാ, അവള് വീട്ടിൽ നിന്ന് വീഡിയോ ഇടുന്നത് കണ്ടില്ലേ, എന്നിട്ട് നീയൊക്കെ എന്തിനാ ഇങ്ങനെ അവളെ കുറിച്ച് അപരാധം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ അതിലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കൊക്കെ എന്തോ പറയാനാ ഉള്ളത് പറ, അത് നിങ്ങൾ പറ. രേണു സുധി ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഉണ്ടോ ഇല്ലയോ? ഫേസ്ബുക്കിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉള്ള ഫുൾ പോസ്റ്റ് അതാണ്. കാര്യം രേണുവിനെ കാണാതിരുന്ന് അവസാനം കണ്ട ടൈമില് വ്യൂവേഴ്സിന്റെ ലിസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന്. അപ്പൊ അത്രമാത്രം കട്ട വെയിറ്റിങ്ങിലായിരുന്നു ആളുകൾ രേണു സുധിയെ കാണാനായിട്ടിരുന്നത്. പിന്നെ
രേണു സുധി ലാസ്റ്റ്, അതായത് നമ്മളെ മറുനാടൻ ഒരു സ്ട്രൈക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അതുപോലെ തന്നെ രേണു സുധി അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ചേച്ചിയുമായിട്ട് ഉമ്മറപ്പള്ളിയുടെ വാതിക്ക് വന്നിരുന്നിട്ട്, ഞാൻ ദാണ്ടേ ഇവിടെ ഇരിക്കുക, ഈ വൈകുന്നേരത്ത് എൻ്റെ വീട്ടിലിരിക്കുക, ഇനി ഞാൻ എവിടെ പോകാനാ, നിങ്ങൾ പറഞ്ഞു ദാണ്ടേ ഞാൻ ഫ്ലൈറ്റ് കയറി, എന്നെ ബിഗ് ബോസിന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ് രേണു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും രേണുവിനോട് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നവർ അല്ല, നിങ്ങൾക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ, അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ ചതിച്ചതാണ് നിങ്ങൾ. കാര്യം ബിഗ് ബോസിലുള്ള എൻട്രി ആരും അറിയരുത്, അത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സംഭവം അവിടെ എടുത്തിടാതിരിക്കായിരുന്നു ഇല്ലേ? നിങ്ങൾ വീഡിയോ ചെയ്ത സമയത്ത് നാച്ചുറലി നിങ്ങൾ ഒരു വ്ലോഗ് ചെയ്തു, അത് അവിടെ കളഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ നിങ്ങൾ വന്നിരുന്ന് ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല, ഒരുപാട് വ്ളോഗേഴ്സ് പറഞ്ഞുണ്ടാക്കുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി എന്നൊക്കെ. അതൊക്കെ അവർക്ക് എന്തതിന് കുഴപ്പം, ഞാൻ പോയില്ല, ഞാൻ താണ്ടെ വൈകുന്നേരം എൻ്റെ വീട്ടിലിരിക്കണം, ഞാൻ ഫ്ലൈറ്റ് കയറിയതുമില്ലേ, എന്തിനാണ് ഇത്രയും ഒരു പച്ചക്കള്ളം പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ബിഗ് ബോസിന്റെ റൂളാണ്, സമ്മതിച്ചു. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിൽ എൻട്രി കിട്ടിയെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഓക്കെ. പക്ഷേ ഇങ്ങനെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഇങ്ങനെ വന്ന് കള്ളം പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രേണു സുധിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന അവരുടെ വ്യൂവേഴ്സാണ്. ഓക്കെ, നമ്മളെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഞങ്ങളുമായിട്ട് ഈ പറയുന്ന ഒരു വ്ളോഗേഴ്സുമായിട്ടും പേഴ്സണലിയോ അല്ലാതെ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല. ഈ റിയാക്ഷൻ ചെയ്യുന്നവര് അവരവരുടെ, അതായത് ഒരു കണ്ടന്റിന് അവർക്ക് പറയാനുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഇതിൽ പറയുവാണ്, ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നു, അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞാലേ റീച്ച് കിട്ടുള്ളൂ എന്നതുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന ഒരാളല്ല ഞാൻ. ഒരു കാരണത്തിലും ഒരു സ്ഥലത്തും ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു, രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ സമയത്ത് ഒരുപാട് പേര് അവരെ വിമർശിച്ചു, അതുപോലെ അവരുടെ ഡ്രസ്സിലെ വിമർശിച്ചു. അവിടെ ഒന്നും ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഞാൻ അവരെ വിമർശിച്ചിട്ടേ ഇല്ല. എനിക്ക് അവരുടെ ഒരു സഹതാപവും ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നീട് അവർ ഓരോ കാര്യത്തിൽ അവർക്ക് ചെയ്ത ഓരോ കാര്യങ്ങൾക്കും ഒരു നന്ദിയില്ലാതെ കണ്ണും അടച്ച് അവരെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ നിലപാട് മാറ്റിയത്. ഇനി അവർ ബിഗ് ബോസിന് നല്ലതുപോലെ കളിക്കുകയാണെങ്കിൽ നല്ല കട്ട സപ്പോർട്ടായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കും കേട്ടോ. എൻ്റെ വീഡിയോസ് ഞാൻ ബിഗ് ബോസ് ചെയ്യുന്നതിനകത്ത് ഞാൻ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ആഗ്രഹമുണ്ട് അവരൊന്ന് രക്ഷപ്പെടണം. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് സത്യം തന്നെയുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതിലവർ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് എൻട്രിക്ക് വേണ്ടിയിട്ടായിരിക്കണം അവർ മുടി എക്സ്റ്റൻഷനൊക്കെ വെച്ചതും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തത് അതിന് വേണ്ടിയിട്ടായിരിക്കണം, അവിടെ ചെന്ന് നല്ല തിളങ്ങി നിൽക്കാനായിരിക്കണം. അതൊക്കെ അവരുടെ തരമുള്ള കാര്യങ്ങളും ഓക്കെ. പക്ഷേ അപ്പോഴും ഇപ്പോഴും ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുള്ളൂ, ഉപയോഗിക്കുന്ന നാക്ക്, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ഇത് എന്തെങ്കിലുമൊക്കെ വായിക്ക് വരുന്ന വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ അച്ഛനെയും അമ്മയും വിളിച്ച് വെറുതെ ഒരു കാര്യമില്ലാതെ ഓരോരുത്തർക്ക് കേസും കൊടുത്തൊക്കെ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇത്ര മാത്രം വിമർശിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അതിൽ വ്ളോഗ്സിനെതിരെ കേസ് കൊടുത്തതും അതുമായിട്ട് മുന്നോട്ട് വന്നു. അവരെ വിമർശിച്ച ഒരു വ്ളോഗർ മാത്രമല്ല, അതിൽ വ്ളോഗ്സ് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പബ്ലിസിറ്റി. ആ പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബിഗ് ബോസിലേക്കൊക്കെ വിളിക്കുകയുള്ളൂ. നമ്മളെ നാലാൾ അറിഞ്ഞാലല്ലേ നമുക്ക് ആ ഒരു എൻട്രി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പബ്ലിസിറ്റി ഉണ്ടാക്കിയത്. പക്ഷേ അവിടെ ഇത് ചെയ്ത് എല്ലാം അങ്ങ് നെഗറ്റീവായി പോയി. നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആൾ എങ്ങനെയാണ് വോട്ടിൽ മുന്നോട്ട് പോവുക? ഇതിപ്പോൾ 100 ദിവസം തയ്ക്കണ്ടേ? കളി പഠിച്ചിട്ടായിരിക്കണം പോയത്. എന്തായാലും രേണു ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. അതായത് എവിടെയാണോ തനിക്കൊരു പബ്ലിസിറ്റി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നത് അവിടെ തന്നെ രേണു പിടിച്ചു കയറും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പം നമുക്ക് എന്തായാലും ബിഗ് ബോസ് അടിപൊളിയായിരിക്കും, കാണാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം നമ്മൾ രേണു അങ്ങോട്ട് എൻട്രി അകത്തോട്ട് കയറിയപ്പോൾ നമ്മുടെ മുൻഷിയിൽ അവതരിപ്പിച്ച പേരെന്താന്ന് മറന്നു, രഞ്ജിത്തെന്നോ അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു, ആൾ വന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് വലിയ ഇതൊന്നുമില്ല, എന്നെ ഇപ്പോൾ ആൾക്ക് തിരിച്ചറിയുന്നൊന്നുമില്ല, ഒരു വീഡിയോ ഒരു റീല് രേണുവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അവിടെ എന്താണ് പറയുന്നത്? രേണുവിനെ പരസ്യമായി അപമാനിച്ചിരിക്കണം. എന്നുവെച്ചാൽ എന്താണ്, രേണുവുമായി വന്നു കഴിഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടും, അപ്പോൾ ആ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ.
ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഈ ബിഗ് ബോസിൽ നന്നായിട്ട് കളിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവ് അവിടെ അവസാനിപ്പിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് നിന്ന് കളിച്ച് നല്ലതുപോലെ 100 ദിവസം തികച്ച് കപ്പുമായിട്ട് പുറത്തു വരിക. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗാണ്. അടിപൊളിയായിട്ട് കളിക്കുക. അവിടെ ഈ പ്രശ്നങ്ങൾ ചുമ്മാതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി നല്ലതുപോലെ പ്രൈസ് ഒക്കെ വാങ്ങി പുറത്തു വരിക എന്ന് മാത്രം പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഓൾ ദി ബെസ്റ്റ്, വിഷ് ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അടിപൊളിയായിട്ട് കളിച്ച് മുന്നേറി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.